തുടരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതിനു പിന്നാലെ നടൻ പ്രേംകുമാർ താൽക്കാലികമായ സ്ഥാനം ഏറ്റെടുത്തേക്കാമെന്നാണ് സൂചന. അതേസമയം തനിക്കുണ്ടായ ആരോപണങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് സംവിധായകൻ രഞ്ജിത്ത്. തനിക്ക് മാധ്യമ ക്യാമറകളെ അഭിമുഖീകരിക്കേണ്ട കാര്യമില്ല എന്നും എന്റെ വീടിന്റെ സ്വകാര്യതയിലേക്ക് ഇരച്ചു കയറിയത് അനുവാദമില്ലാതെയാണെന്നുമാണ് സംവിധായകൻ രഞ്ജിത്ത് പറയുന്നത്. എന്നാൽ രഞ്ജിത്തിന്റെ ഈ ഒരു സമീപനത്തിനെതിരെ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ താൻ എന്തിനാണ് മാധ്യമങ്ങളെ ഭയക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതേസമയം തന്നെ അമ്മക്കും അലൻസിയറിനുമെതിരെ മറ്റൊരു യുവനടി രംഗത്ത് വന്നിരിക്കുകയാണ്. അലൻസിയർ തന്നോട് വളരെ മോശമായി സെറ്റിൽ പെരുമാറിയിട്ടുണ്ട്. എന്നാൽ പരാതി നൽകിയ തനിക്ക് അവസരങ്ങൾ കുറയുകയാണ് ഉണ്ടായത്. സംഘടനയായ അമ്മ ഒരു നടപടിയും എടുത്തില്ല എന്നാണ് നടി പറയുന്നത്. അതേസമയം സംവിധായകൻ രഞ്ജിത്തിന്റെയും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെയും രാജിക്കിടെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ ഷമ്മി തിലകൻ. ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ പറ്റൂ, അത് ആരായാലും. ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണമെന്നും ഷമ്മി തിലകൻ കൂട്ടിച്ചേർത്തു. അതിനോടൊപ്പം തന്നെ അനുവാദം ചോദിക്കാതെ മുറ്റത്ത് വരരുതെന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. വീടിന് 20ഓളം പോലീസുകാരുടെ കാവൽ ഏർപ്പെടുത്തി. ഇതിനെതിരെയും ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ്. അതേസമയം രഞ്ജിത്ത് രാജിവെച്ചതിനെ കുറിച്ച് നടൻ മുകേഷ് പറഞ്ഞത് ഇപ്രകാരമാണ്: രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിനു ശേഷം അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പിന്നെ അയാളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇതുപോലെ സിനിമാ മേഖലകളിലെ പലരും രഞ്ജിത്തിന് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. അതേസമയം ഇതേ വിഷയത്തിൽ നടി ശ്രീലേഖ മിത്ര വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: രഞ്ജിത്ത് എന്നെ പരീക്ഷിക്കുകയായിരുന്നു. പ്രതികരിച്ചത് ജനങ്ങൾ കാര്യങ്ങൾ അറിയാതെയാണെന്നും ശ്രീലേഖ പറയുന്നു. അതേസമയം ഈ റിപ്പോർട്ടിനും വിവാദങ്ങൾക്കും പിന്നാലെ പ്രതികരിച്ചിരിക്കുകയാണ് നടിയും സംവിധായകയുമായ ഗീതു മോഹൻദാസ്. ഗീതുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ ഒരിക്കലും മറക്കരുത്, ഇതിനെല്ലാം തുടക്കമിട്ടത് ഒരു സ്ത്രീയുടെ പോരാട്ടമാണ്. സംസ്ഥാന സർക്കാർ ഹേമ കമ്മീഷനെ നിയോഗിച്ചത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഗീതു നടത്തിയത്. അതേസമയം സംവിധായകൻ രഞ്ജിത്തും ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. സത്യം എന്തായാലും ലോകമറിയും. ഞാൻ നിയമ നടപടികളുമായിട്ട് മുന്നോട്ടു പോവുകയാണ്. ഇതിന്റെ പേരിൽ സർക്കാരിനെ ചെളിവാരി എറിയരുതെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. അതേസമയം രഞ്ജിത്തിനെതിരെയുള്ള ട്രോൾ വീഡിയോകളും വൈറലായി മാറിയിരിക്കുകയാണ്. ബംഗാളി കാരണം ജോലി പോയ ആദ്യ മലയാളി എന്നാണ് അതിൽ പറയുന്നത്. എന്നാൽ ഇത്രയും ആളുകൾ സ്ത്രീകൾ നേരിട്ട അവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് നടൻ കൃഷ്ണകുമാർ ഇതിനോട് പ്രതികരിക്കുന്നത്. കൊടുക്കൽ വാങ്ങലുകൾക്ക് നിൽക്കരുത്, നടിമാരുടെ അമ്മമാരോടാണ് പറയാനുള്ളതെന്ന് കൃഷ്ണകുമാർ പറയുന്നു. സിനിമയിൽ സക്സസ് അല്ലാത്ത ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഞാനൊരു പവർ ഗ്രൂപ്പിന്റെയും മാഫിയ സംഘത്തിന്റെയും അംഗമല്ല എന്നും കൃഷ്ണകുമാർ വ്യക്തമായി പറഞ്ഞു.